അല്പസമയം ദൈവവചനം ധ്യാനിക്കാം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കള്, ദൈവദാസന്മാര്, വചന പ്രാഗൽഭ്യമുള്ളവര്, ദൈവമക്കള് കടന്നു വന്നിരിക്കുന്ന വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിക്കുന്നവരെല്ലാമാണ് എൻ്റെ മുൻപിലായിരിക്കുന്നത്. ദൈവം ചെന്ന ചില ആലോചനകളെ മാത്രം ഇവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് അതിന്റെ 36-ാം അധ്യായത്തിലെ 26, 27 2 വാക്കുകളാണ് വായിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. 36-ന്റെ 26, 27 ഞാനിവിടെ വായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ഓക്കെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, വചനം നിന്റേതാണ്, ഞങ്ങൾ നിന്റെ മക്കളാണ്. കർത്താവേ, വചനം അത് ഉള്ളതുപോലെ വ്യാഖ്യാനിച്ച് തരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കണം. മാനുഷിക ജ്ഞാനമല്ല കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കണം. കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന നീ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇവിടെ എന്തുവാണ് ഈ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നിന്ന് നമ്മള് ഈ വചനം വായിച്ചെന്ന് ചോദിച്ചാൽ, എസെക്കിയേലിന്റെ പ്രവചനം അന്ന് ദൈവം പ്രവചനം കൊടുത്തതുപോലെ തന്നെ ഇന്നും കാലം അതിന്റെ അന്ത്യത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നമ്മളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായിട്ട് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ വചനത്തിൽ നിന്ന് ഞാൻ അതിന്റെ വചനത്തിന്റെ വലിയ വ്യാഖ്യാനമൊന്നും തരുന്നില്ല. ചില വാക്യങ്ങള് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്യങ്ങൾ മാത്രം ഈ പ്രവചന പുസ്തകങ്ങളിൽ നിന്നും ചിലത് 1-2 വാക്യം പുതിയ നിയമത്തിൽ നിന്നും മാത്രം എടുത്ത് സംസാരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റി ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായിട്ടുള്ള ഹൃദയം നമുക്ക് തരുമെന്ന്. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തില് വചനങ്ങൾ മാത്രം നമ്മൾക്ക് നോക്കാം. എൻ്റെ വായിൽ നിന്നല്ല, ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കട്ടെ. അത് 2 കൊരിന്ത്യരുടെ അധ്യായം 5-17 നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പുതിയ ഹൃദയം തരുമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയായിരിക്കുമ്പോൾ ഈ നമ്മുടെ പഴയ കല്ല് പോലുള്ള ഹൃദയങ്ങൾ, ആ കല്ല് പോലെ നമ്മുടെ എന്താണ് പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ കേട്ടാല് നമ്മളങ്ങ് കല്ലുപോലിരിക്കും. നമ്മള് എന്താ പറയണ, മറ്റുള്ള മനുഷ്യരെന്ത് പറഞ്ഞാലും അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ അടച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ആ കല്ലായ ഹൃദയം നോക്കി മാംസളമായ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാതെ ആർദ്രത, കർത്താവിന്റെ ആർദ്രത കടന്നു ചെല്ലുന്നതുകൊണ്ട് ആ പുതിയ ഹൃദയത്തിൽ മറ്റുള്ളവരെ നമ്മുടെ പുതിയ ഹൃദയത്തോടെ നമുക്ക് നോക്കുവാനായിട്ട് പറ്റുന്നത്. അത് നമുക്ക് വേറൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 51-19. അവിടെ ദൈവം പറയുന്ന നിർമ്മലമായ ഹൃദയം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. അതല്ല, 51 ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. 19 കേട്ടെ. 10. ദാവീദ് ഇവിടെ പറയുവാണ്, കർത്താവെ, ഈ അനുതാപത്തോടെയാണ് പറയുന്നത്. ഈ ആ കല്ലുപോലുള്ള ഹൃദയം മാറി അനുതാപ ഹൃദയം വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. കർത്താവെ, നിർമ്മലമായിട്ടൊരു ആത്മാവിനെ എനിക്ക് തരണമേ, എന്നെ ഒന്ന് പുതുക്കി എൻ്റെ ആ സന്തോഷം തിരികെ തരണമെന്ന്. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. നമ്മുടെ ഹൃദയം കല്ലായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറിപ്പോകുമ്പോൾ, പാപം ചെയ്യുമ്പോഴാണ് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്. അത് മനസ്സിലാക്കിയ
ആ നാഥാൻ പ്രവാചകൻ മുഖാന്തരം താൻ അത് മനസ്സിലാക്കിയപ്പോഴാണ് പറയുന്നത്, കർത്താവെ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിന്റെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന്. എസെക്കിയേൽ പ്രവചനത്തിലേക്ക് നമ്മൾ പിന്നെയും കടന്നു വരാം. എസെക്കിയേൽ പ്രവചനം 11:19 നമുക്ക് ഒന്ന് വായിക്കാം. 11:19. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ചാചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഇവിടെ അവർ എനിക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമായി അത് മതി. അപ്പൊ ഇവിടെയും കർത്താവ് പറയുന്നത് എന്താണ്? എസെക്കിയേൽ പ്രവചനത്തിൽ കൂടി പറയുന്നത് അന്നുള്ള ആ ജനത്തിന്റെ ആ അവസ്ഥ, ആ കല്ലായുള്ള ഹൃദയം നീക്കി അവർക്ക് മാംസള ഹൃദയം കൊടുക്കുമെന്ന്. ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തെ യെശയ്യാവിൽ നിന്നും ഈ പ്രവചന പുസ്തകങ്ങളിലൊക്കെ എവിടെയാണ് ദൈവം ഹൃദയത്തെ പറ്റി പറയുന്നതെന്ന്, എന്തിനാണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് ചോദിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന നമുക്ക് തരുമ്പോൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ചിലരുടെ ഹൃദയങ്ങളെ, അല്ലെ നമ്മുടെ ഹൃദയങ്ങളെ തൊടുവാനായിട്ടാണ്. അത് ആര് ദൈവവചനം പറയുന്നു എന്ന് നമ്മൾ കേൾക്കണ്ട. ദൈവത്തിന്റെ വചനം നമ്മളോട് എന്താണ്? വചനം പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയാണ്. ഈ വചനം കടന്നു ചെല്ലുമ്പോൾ ഇത് ഹൃദയത്തിൽ കുത്തുകേൾക്കുന്ന സംഗതിയാണ്. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് പല ദൈവത്തിന്റെ വചനം നമ്മൾ നന്നായിട്ട് വായിക്കുമ്പോൾ, നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കാതെ ഈ നാളുകളിൽ നമുക്ക് മീറ്റിങ്ങുകളുണ്ട്, നമുക്ക് പ്രാർത്ഥനയോഗങ്ങളുണ്ട്, നമ്മൾ കടന്നു പോകാൻ ബന്ധപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ രസിക്കാനായിട്ട്, ദാവീദൊക്കെ പറയുന്ന വചനം അതെന്തുവാ, രസിക്കാനായിട്ടാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ള കഥപുസ്തകങ്ങളൊക്കെ വായിച്ച് രസിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിൽ രസിക്കാൻ പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ രസിക്കണേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കല്ലുപോലുള്ള ആ ഹൃദയങ്ങളെ മാറ്റിയിട്ട് മാംസള ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ തന്നെങ്കിൽ മാത്രമേ നമുക്കതിനായിട്ട് രസിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ എസെക്കിയേലിന്റെ പ്രവചനം പിന്നെയും 18:11 നമുക്കൊന്ന് 31 നമുക്ക് വായിക്കാം. നിങ്ങൾ ചെയ്തിരിക്കുന്ന 18:31 അതിക്രമങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവി, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? ഇസ്രായേൽ ഗൃഹത്തോടാണ് പിന്നെ പ്രവാചകൻ ഇത് പറയുന്നത്. പക്ഷെങ്കിൽ ആ ഇസ്രായേൽ ഗൃഹത്തോട് പറയുന്ന ആ പ്രവചനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും നമ്മൾ എന്തിനാണ് അവ പറയുന്ന എന്താ? നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. മനുഷ്യരായി നമ്മൾ പണം സമ്പാദിക്കാനും നമ്മൾ മറ്റുള്ളതൊക്കെ സമ്പാദിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളാനാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഇപ്പൊ ഇന്ന് ഞാൻ പലപ്പോഴും ഈ വചനമൊക്കെ സംസാരിക്കാനായിട്ട് എടുക്കുമ്പോഴേക്ക് ദൈവത്തിന് ഞാൻ കാലാകാലങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന ചില ആലോചനകളൊക്കെ ഞാൻ എഴുതി വെക്കും. അപ്പം ദൈവത്തിന്റെ ആലോചന നമുക്ക് ലഭിക്കണേ, ദൈവത്തിന്റെ വചനത്തിൽ രസിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം. ഇന്നത്തെ കാലത്ത് ഈ കാലയളവിൽ ഏറ്റവും ദുർലഭമായിരിക്കുന്നത് അത് തന്നെയാണ്. ദൈവത്തിന്റെ വചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ അതിലെ അത്ഭുതം കാണുവാനോ നമുക്ക് സാധ്യമല്ല. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മളിൽ ക്രിയ ചെയ്യും. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ രോഗങ്ങൾ നീക്കും. അപ്പം ദൈവത്തിന്റെ വചനത്തിന് അങ്ങനെ ദൈവത്തിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിന് പവറുണ്ട്. നമ്മൾ യേശുവിന്റെ നാമത്തെ വിളിക്കുന്നതുകൊണ്ട് നമ്മള് മനുഷ്യമായിട്ട് നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത നമുക്കില്ല. നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന എന്തുകൊണ്ടാണ്? കർത്താവ് തന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നമ്മൾ രക്തത്തിൽ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ യേശുവേന്ന് നമ്മൾ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ നീതി നമ്മളിൽ കൂടി, നമ്മൾ പാപികളായിരിക്കുമ്പോൾ അവന്റെ നീതിയാണ് നമ്മളിൽ കൂടി പിതാവായ ദൈവം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവെന്ന് വിളിക്കുമ്പോൾ there is power in the name. യേശുവിന്റെ രക്തത്തിൽ പവറുണ്ട്.
അത് നമ്മൾ രക്തവളപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തെ സൂക്ഷിക്കുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിന് പവറുണ്ട്. കർത്താവിന്റെ രക്തത്തെ മറികടന്ന് ഒരു ദുഷ്ടനും നമ്മുടെ അടുത്തേക്ക് ഒരു ദോഷവും ചെയ്യുവാൻ കടന്നു വരത്തില്ല. കർത്താവിന്റെ നാമത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ്. ഞാൻ പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്, സാധു സുന്ദർ സിംഗ് പിന്നെ ഒരു മരച്ചോട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് അടുത്ത് വന്നപ്പോഴേക്ക് യേശുവേ എന്നുള്ള വിളി കേട്ടപ്പോഴേക്ക് ആ പാമ്പ് തിരിഞ്ഞോടിയെന്ന്. ദൈവത്തിന്റെ നാമത്തിന് ശക്തിയുണ്ട്. നമ്മൾ എവിടെയെല്ലാം ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുമോ നമ്മുടെ കല്ലായുള്ള ഹൃദയങ്ങൾ മാറ്റി ആ മാംസള ഹൃദയം നമുക്ക് തന്ന് കർത്താവിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് നമ്മളെ സൂക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതിന്റെ എല്ലാം ആധികാരികമായി ഈ അർത്ഥങ്ങളെല്ലാം പൂർത്തീകരണമായത്, ഈ പ്രവചനം എല്ലാം പൂർത്തീകരിച്ച് എവിടെയാണ്? നമ്മുടെ കർത്താവായ യേശുവിലാണ്. ആ യേശുവിന്റെ നാമം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ സകല ദുഷ്ടതയും നീങ്ങിപ്പോകുന്ന ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുകയാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 3:3 കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം. പലപ്പോഴും നമ്മൾ നമ്മുടെ ആ ധാർഷ്ട്യമുള്ള ഹൃദയത്തോടെ, അൺജനറേറ്റ് ആയിട്ടുള്ള ഹൃദയത്തോടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. കർത്താവ് പറയുന്നു, ഇത് നിക്കോദിമോസിനോട് പറഞ്ഞൊരു വാചകമാണ്. നമ്മൾ മാനുഷ്യമായ രീതിയിൽ നമ്മളെ തന്നെ താഴ്ത്താതെ, ഒരു പുതിയ ജനനം പ്രാപിക്കാതെ, ഒരു പുതുജീവിതം പ്രാപിക്കാതെ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല. കർത്താവ് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമുക്കൊരു പുതിയ ജീവിതം, നമ്മൾ പുതുതായിട്ട് ജനിക്കണം. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഒരു പുതുക്കി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ എന്നെ തന്നെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ കാര്യവും ഇത് തന്നെയാണ്. നമ്മള് പിന്നെ രൂപാന്തരപ്പെട്ടവരെന്ന് പറയുന്നെങ്കിലും പലപ്പോഴും നമ്മൾ ആ രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലതും കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ജഡികതയാണ് മുൻപോട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാനാണ് കർത്താവ് വന്നത്. ജഡത്തിന്റെ പ്രവർത്തികൾ മരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. 1 കൊരിന്ത്യർ 3:3 നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 3:3 അതാണ് 3:3. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പണക്കായിരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? കാരണം നമ്മുടെ ഇടയിൽ നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളെ ഈർഷ്യയും പണക്കവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മറുപടി തരത്തില്ലെന്ത്? അത് നമ്മൾ ശേഷം മനുഷ്യരെ പോലെയല്ലേ എന്ന്. നമ്മള് ദൈവവിശ്വാസികൾ, വിശ്വാസികൾ എന്ന് പറയുമെങ്കിലും ശേഷം മനുഷ്യരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഈർഷ്യം പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജഡികത വെളിപ്പെടുന്നു. അവിടെ ആ ജഡ സ്വഭാവത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനായിട്ട് കഴിവില്ല. അതുപോലെ തന്നെ നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താണ് ഈ പുളിപ്പ്? അത് തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ ഈർഷ്യ, നമ്മുടെ പിണക്കം, നമ്മുടെ കോപം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പുളിപ്പ്. ഈ പുളിപ്പോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ ദൈവം മറുപടി തരത്തില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. ആ പുളിപ്പില്ലാത്തവരായിരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. നമുക്ക് വേറൊരു ഓക്കെ, അതാണ് പിന്നെ 2 കൊരിന്ത്യർ 5:17 പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ പുതിയ ആ സൃഷ്ടിയുടെ അനുഭവത്തിൽ നിന്ന് വേണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനും. ഈ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന എന്താ? നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നിന്ന് പറയാനാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തോട് നമ്മൾ തിരിച്ചോർപ്പിക്കുമ്പോൾ അവന്റെ വചനത്തെ മാനിക്കും ദൈവം. മനുഷ്യന്റെ കൂട്ടല്ല ദൈവം തന്റെ വചനത്തെ മാനിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ തിരിച്ച് ദൈവത്തോട് ആ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം ആ വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടും, നമുക്ക് പ്രവർത്തിക്കും, നമുക്ക് വിടുതൽ തരുമെന്ന്. സക്കറിയാവിന്റെ പ്രവചനം 7:12 നമുക്കൊന്ന് വായിക്കാം. സക്കറിയ പ്രവചനം 7:12.
അവൻ ന്യായപ്രമാണവും അവർ അത് ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകൻ മുഖാന്തരം അയച്ച വചനങ്ങൾ കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ഹൃദയത്തെ കഠിനമാക്കുന്നവര് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ദൈവം കേൾക്കാത്തത്? ഇത് അതിന്റെ ഉത്തരമാണ് ദൈവം ഇവിടെ ഈ നമുക്ക് നൽകി തരുന്നത്. ഇത് എൻ്റെ വചനമല്ല, ദൈവത്തിന്റെ വചനം പറയുന്ന. നമ്മൾ ഹൃദയങ്ങളെ കഠിനമുള്ളവരാക്കിയാല് ദൈവത്തിന് അവിടെ ഒന്നും പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. അത് വേറൊരിടത്ത് പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അത് പറയുമ്പോഴാണ് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പറ്റി പുതുക്കം പ്രാപിച്ചവര്, ആ പുതുക്കത്തിന്റെ ആത്മാവിനാൽ നടന്നാൽ, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ദാഹിച്ചാല്, അപ്പോഴാണ് ദൈവം നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനാ രീതികൾക്കൊക്കെ ഒരു വ്യത്യാസം വരണം. എങ്കിലേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. പിന്നെ കർത്താവിന്റെ ദാസൻ മോഹൻചൻ പാസ്റ്റർ പറയുമല്ലോ, വചനം എന്തു പറയുന്നു ആ വചനം തിരിച്ച് ദൈവത്തോട് പറയും. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കണം പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന് മാനിച്ചേ പറ്റുള്ളൂ. അത് ഇശയ്യാവിന്റെ പ്രവചനം 44:3 നമുക്ക് വായിക്കാം. അവിടെ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്തെ നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ദൈവം പകരുന്നത്, ഉണങ്ങിയിരിക്കുന്ന ഒരു നിലത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും. സൂസൻ സിസ്റ്ററിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പകർച്ച, അല്ലെ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പകർച്ചയാണ് മക്കളിലേക്ക് പകർന്നിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ കാര്യം സംഭവിച്ചെന്നല്ല പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ കൂടി സംഭവിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കും പകരുകയും ആ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിട്ട് ആ ഒഴുക്ക് നൽകും. നിന്റെ സന്താനത്തെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. പലപ്പോഴും നമ്മുടെ സന്താനത്തിന്മേൽ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുമ്പോൾ ഈ വചനം ദൈവത്തോട് സംസാരിക്കുക. ഈ വചനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ആ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കൊച്ചുമക്കളിലേക്ക് പകരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇവിടെ അറിയിക്കുന്നത്. ആദ്യം നമ്മൾ, പിന്നെ നമ്മുടെ തലമുറ, പിന്നെ നമ്മുടെ കൊച്ചുമക്കൾ. നമ്മള് നേരായിട്ട് നടക്കാമെങ്കിൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം അസംഖ്യാതമായിട്ട് ഇവിടെ പറയുന്നു. ഇവിടെ ഒരു വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത് തന്നെ വിട്ടു പിന്മാറുന്നവന്റെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയും മക്കളുടെ തലമുറയിൽ ചോദിക്കുമെന്ന്. എന്നാൽ ദൈവം പറയുന്നത്, ദൈവത്തെ പിൻപറ്റുന്നവരെ, ദൈവകൽപ്പനകളിൽ നിലനിൽക്കുന്നവരെ, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവം 1000 എന്നെ പാലിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 1000 തലമുറ വരെ ദൈവത്തെ ദയ കാണിക്കുന്ന, പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മ്യൂട്ടായി. ഇനി നമുക്കൊരു വചനം വായിക്കാം. എസെക്കിയേൽ പ്രവചനം 37:14. ഞാൻ തന്നെ വായിച്ചേക്കാതെ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം നമ്മളെ ദൈവം നടത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാക്കി, അങ്ങനെയാണ് നമ്മളെ ദൈവം നടത്തുന്നത്. വേറൊരു വാക്യം നമുക്ക് വായിക്കാം, 39:29. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ കർത്താവ് നമ്മളോട് അരുളി ചെയ്തിരിക്കുക,
ഇസ്രായേൽ അനുഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കുകയില്ല. അത് തന്നെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് അവന്റെ മുഖത്തെ നമ്മളിൽ മറയ്ക്കത്തില്ല. അവന്റെ മുഖത്തെ മറയ്ക്കാതിരിക്കുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ചെന്ന് എന്ത് യാചിച്ചാലും അവന്റെ ഹിതപ്രകാരം യാചിക്കുന്ന നമുക്ക് നൽകി തരുമെന്ന് ദൈവത്തിന്റെ വചനം. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മളത് സ്വീകരിക്കാൻ റെഡിയാണ്. നമ്മൾ കർത്താവിന്റെ മുഖം നമ്മളുടെ മേൽ ഉയർത്തിയിരിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുവാനായിട്ട്, മുഖം അന്വേഷിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ നോക്കണം. അടുത്ത ഒരെണ്ണം നമുക്ക് വായിക്കാം. യോവേൽ പ്രവചനം 2:28. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഈ പ്രവചനത്തിന്റെ ആദ്യമായിട്ട് അതിന്റെ പൂർത്തിഭാവം നമ്മൾ കാണുന്നത്, വായിക്കണ്ട, പ്രവൃത്തി 2:17-21 വരെയുള്ള വാക്യങ്ങളിലാണ് അതിന്റെ ആ പ്രവർത്തനം നമ്മൾ കാണുന്നത്. കാരണം ഇവര് പൊതുവീഞ്ഞു കൊടുത്തിരിക്കുന്ന പെന്തക്കോസ്ത് ദിവസത്തില് അപ്പോസ്തോലന്മാർക്കെതിരായിട്ട് മറ്റു ജാതികൾ പറയുമ്പോഴേക്ക് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുവാണ്, ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഇത്. യോവേൽ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ മേൽ പകരേണ്ടതിന്, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ദർശനങ്ങളെ, വെളിപ്പാടുകളെ തരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കേണ്ടതിന്, നമ്മുടെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷയിലായി തീരേണ്ടതിന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനം പണിയുന്നതിനോ നമ്മുടെ ഭവനം വിൽക്കുന്നതിനോ, അതൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതെല്ലാം തരാമെന്ന്. ദൈവത്തിന്റെ ആത്മാവിന് അറിയാം നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യം. എൻ്റെ വസ്തു വിൽക്കാൻ, എൻ്റെ ഭവനം വിൽക്കാനുണ്ട്, എൻ്റെ കർത്താവിനറിയാം, ഞാൻ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ വിവാഹം നടക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റേണ്ടത് ദൈവത്തിന് അറിയാം. അത് ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. എന്നാൽ നമ്മൾ അവന്റെ കാര്യം, മുമ്പേ അവന്റെ നീതിയും രാജ്യവും നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ദൈവം നമുക്ക് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത പല സംഗതികൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ജോലിയിലൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ അവിടെ രൂപാന്തരപ്പെടുത്തുകയാണ്, നമുക്കവിടെ ഒരു സ്വഭാവം വരുത്തുകയാണ്. നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരു ബോസിന്റെ അടുത്ത് അവർ പറയുന്നത് പിറുപിറുപ്പ് കൂടാതെ നമ്മൾ ചെയ്യുമെങ്കിൽ ദൈവം നമുക്ക് അവിടെ പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ യോസേപ്പിന് ഒരു ദർശനം ദൈവം കൊടുത്തിരുന്നു. ആ ദർശനം പൂർത്തീകരിക്കാൻ വേണ്ടി എത്ര വർഷം എടുത്തു? 13 വർഷങ്ങൾ എടുത്തു. 17 വർഷമുള്ള യുവാവായിരിക്കുമ്പോഴാണ് താൻ ആ ദർശനം കാണുന്നത്. ആ ദർശനത്തിന്റെ പൂർത്തി വരുത്തുന്നതിന് വേണ്ടി പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ താൻ അടിമയായിട്ട് ജോലി ചെയ്തു. തന്നെ സെക്ഷലി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടുന്ന് ഓടിപ്പോയപ്പോൾ തനിക്കെതിരായിട്ട് ജയിലിൽ ചെന്ന് കടന്നപ്പോഴേ അവിടെയും ജയിലറയിലും പിറുപിറുക്കാതെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടതയിൽ നമ്മൾ പിറുപിറുക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തുവന്നത് ഈ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അവൻ പിറുപിറുപ്പ് കൂടാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ പിറുപിറുപ്പ് കൂടാതെ ഇരിക്കണം. ഇസ്രായേൽ മക്കളെ എന്തുകൊണ്ടാണ് ദൈവം നശിപ്പിച്ചത്? ഈ 40 വർഷക്കാലം ഭൂമി നടന്നിട്ട് അവര് കൊലപാതകം ചെയ്തെന്നോ അല്ലെ വ്യഭിചാരം ചെയ്തെന്നോ അല്ല മറ്റൊന്ന് ചെയ്തെന്നോ കാണുന്നില്ല. അവര് ഈ പിറുപിറുപ്പ് വലിയ പാപമാണ് മക്കളെ. നമ്മൾ അറിയാതെ ചെയ്യുന്ന ഈ പിറുപിറുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം നമ്മളെ എടുക്കത്തുള്ളൂ. ഈ സാധാരണക്കാരായ ചില മനുഷ്യരെയാണ് ദൈവം അസാധാരണമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. മോശ പറഞ്ഞു, ഞാൻ വീക്കനാണ് കർത്താവേ. മോശ എപ്പോഴാണ് ഉപയോഗിച്ചത്? മോശയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു. 80 വയസ്സായപ്പോ ഇപ്പം അൽസൈമേഴ്സും പിടിച്ച ആൾക്കാർ നഴ്സിംഗ് ഹോമിലൊക്കെ കിടക്കുകയാണ്. ആ 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് തൻ്റെ ജനത്തെ 600,000 ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മിസ്രൈമിലേക്ക് അയച്ചത്. അപ്പൊ അതുപോലെ ജോസഫ് ഒരു ടീനേജർ ആയിരുന്നു. തനിക്ക് ജപിച്ച ദർശനത്തിന് വേണ്ടി കിടക്കുമ്പോഴേ
പിന്നെ മറിയ നമ്മുടെ കർത്താവിനെ അന്നത്തെ കാലത്തൊന്ന് ആലോചിച്ചോണം. ഒരു ഒരു കന്യ ഗർഭിണിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവര് മാതാപിതാക്കൾക്ക് അപമാനം, കുടുംബത്തിന് അപമാനം, അങ്ങനെ ഇരിക്കുന്ന അപമാന ആ സാഹചര്യത്തിലാണ് മറിയയോട് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ പറയുന്നത് നിന്റെ ഹിതം പോലെ എനിക്ക് ഭാവിക്കട്ടെന്ന്. ഒരു ടീനേജർ ആയിരുന്നു മറിയ, 10-15-16 ഒക്കെ വയസ്സ് കാണുമായിരിക്കും. ആ സമയത്താണ് കർത്താവിനെ സ്വീകരിക്കുക, ഒരു അസാധാരണമായ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ യോഗ്യത ഇല്ലെന്ന് നമ്മൾ തോന്നി അനേകരാണ്. ദാവീദിനെ പറ്റി ദാവീദ് ഇസ്രായേലിന്റെ മധുര ഗായകനൊക്കെ പറയുന്നു, താനൊരു ഇടയച്ചെറുക്കനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാതിരുന്ന സ്ഥാനത്ത് ഒരു ഇടയച്ചെറുക്കനായിരുന്ന ദാവീദിനെയാണ് ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാനായിട്ട്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താല് നമ്മളിൽ കൂടി, നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മളെ വൻകാര്യങ്ങളെ ചെയ്യുവാൻ ഈ കാലങ്ങളിൽ, ഈ കഴിഞ്ഞു വന്നിരിക്കുന്ന ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ പ്രാർത്ഥനാ രീതികൾക്ക് വ്യത്യാസം വരുത്തണം. നമ്മൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കണം. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴവൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മളോട് കൂടെ ഇരിക്കും, നമുക്ക് ഗൈഡൻസ് തരും, നമ്മളെ പുതിയ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കും, പുതിയ ഹൃദയം നമ്മൾക്ക് നൽകി തരും. പലപ്പോഴും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ തന്നെത്താൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ ബൾബും ഫാനും ഒക്കെ കാണുന്നു, ഇത് കത്തണമെങ്കിൽ അത് പ്ലഗ് അതിന്റെ സ്വിച്ച് നമ്മൾ എന്ന് പറഞ്ഞ പോലെ ശക്തികേന്ദ്രമായി നമ്മുടെ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ അന്ത്യകാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വചനം വായിക്കാന്, ശക്തിപ്പെടുത്തുവാന്, അവനിൽ നിന്ന് ശക്തി പ്രാപിക്കുവാന്, വൻകാര്യങ്ങളെ ചെയ്തെടുക്കാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. അവന്റെ മുഖത്തെ നമുക്ക് അന്വേഷിക്കാം. നിരന്തരമായിട്ട് അവന്റെ മുഖത്തെ അന്വേഷിക്കുമ്പോഴാണ്, അവന്റെ കൂട്ടായ്മയിൽ നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരോട്, കർത്താവ് പറയുന്നു, നിങ്ങൾ ആരുടെയും മേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ലോകത്തിന്റെ വഴികളിൽ നടന്നിട്ട് നമ്മൾ കൈവച്ചാലൊന്നും സൗഖ്യം പ്രാപിക്കത്തില്ല. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മളെ, ഈ സാധാരണക്കാരായ നമ്മളെ ദൈവം ഉപയോഗിക്കും. നമ്മൾ സാധാരണക്കാരൊന്നും അല്ല ദൈവമക്കളെ, നമ്മള് രാജകീയ പുരോഹിതന്മാരാണ്, പുരോഹിത വർഗമാണ്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ആ അധികാരവും അവകാശവും കർത്താവിന്റെ രക്തവും കർത്താവിന്റെ നാമവും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ മേൽ അതുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ അധികാരങ്ങളെ ഉപയോഗിക്കാം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവഹിത അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.